വഖഫ് നിയമത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് ക്രൈസ്തവ സഭകൾ. മതനിയമത്തിനെതിരെ രാജ്യം ഒന്നിക്കണമെന്ന ആഹ്വാനമാണ് വിവിധ ക്രൈസ്തവ സംഘടനകളും ഉയർത്തുന്നത്. വഖഫ് നിയമം നിലനിൽക്കുവോളം അതിന്റെ ഇരകൾക്ക് നീതി നൽകാൻ നിയമ സംവിധാനങ്ങൾക്കും പരിമിതിയുണ്ടെന്ന മതേതര നിലപാടിനെ ശരിവയ്ക്കുന്നതാണ് ഹൈക്കോടതി വിധിയെന്ന് ദീപിക മുഖപ്രസംഗവും ചൂണ്ടിക്കാട്ടിയിരുന്നു. വഖഫ് ബോർഡിന്റെയും ട്രൈബ്യൂണലിന്റെയും അധികാരത്തിനുമേൽ ഹൈക്കോടതിക്ക് പോലും പരിമിതികളുണ്ട്. ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷനിലൂടെ മുനമ്പം വിഷയം കുറച്ചുനാൾ കൂടി നീട്ടാൻ മാത്രമേ കഴിയൂവെന്നറിഞ്ഞിട്ടും അതിന് തയ്യാറായ സർക്കാർ നീക്കങ്ങളാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ക്രൈസ്തവ സംഘടനകളുടെയും സഭാ നേതൃത്വങ്ങളുടെയും നിലപാട് കൂടിയാണ് ദീപിക ലേഖനം പോലെ മുഖപത്രങ്ങളിലൂടെയും മുഖമാസികളിലൂടെയും വ്യക്തമാക്കപ്പെടുന്നത്. കയ്യേറ്റ അധികാരം വഖഫ് സംവിധാനങ്ങൾക്ക് കൊടുത്തത് 1995 വഖഫ് നിയമത്തിലെ 40-ാം അനുച്ഛേദമാണ്. ഇതനുസരിച്ച് ഏതെങ്കിലും സ്വത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് വഖഫ് ബോർഡ് കരുതിയാൽ നിലവിലുള്ള ഏത് രജിസ്ട്രേഷൻ ആക്ടിനെയും മറികടന്ന് അത് സ്വന്തമാക്കാനാകും. ഭൂമിയുടെ എല്ലാ നിയമാനുസൃത രേഖകളും കൈവശം വെച്ചുകൊണ്ട് വഖഫിന്റെ ഇരകളായി മാറിയവരാണ് മുനമ്പത്തുള്ളത്. വഖഫിന്റെ പേരിൽ അടിമുടി കാപട്യമാണ് കേരളത്തിലെ ഭരണപ്രതിപക്ഷങ്ങൾ കാണിച്ചിട്ടുള്ളതെന്ന് ലേഖനം വിമർശിക്കുമ്പോൾ ഇടതു വലതു മുന്നണികൾക്കെതിരായ നിലപാട് കൂടി കൂടുതൽ കടുക്കുകയാണ്. എല്ലാത്തിന്റെയും അണിയറ പ്രവർത്തകരായി മാറിയവർ ഒരേ സമയം മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണെന്ന് പറയുകയും വഖഫ് നിയമം സംരക്ഷിക്കാൻ പാഞ്ഞു നടക്കുകയുമാണ് ചെയ്യുന്നതെന്ന കടുത്ത വിമർശനവുമുണ്ട്. നിയമ ഭേദഗതികൾക്കെതിരെ മുസ്ലിം വ്യക്തി നിയമ ബോർഡും മതമൗലിക സംഘടനകളും പ്രതിഷേധിക്കുന്നത് മനസ്സിലാക്കാം. രാഷ്ട്രീയ പാർട്ടികൾ ഈ വേഷം കെട്ടിയാൽ തിരിച്ചടി മുനമ്പത്ത് ഒതുങ്ങുമെന്ന് കരുതരുതെന്ന മുന്നറിയിപ്പുമുണ്ട്. ജനം, കൊച്ചി.